വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. ബി.ജെ.പി വോട്ട് പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടിയാൽ ജയിക്കുമെന്നാണ് അവർ വിലയിരുത്തൽ. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. 10 കൊല്ലമായി UDF പ്രവർത്തകർക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണ പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തുടർഭരണം ഉണ്ടാകുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലമാണ് വന്നത്. അന്നത് CPM ശരിയാണെന്നാണ് അംഗീകരിച്ചത്. അന്നത്തെ എക്സിറ്റ് പോൾ CPMന് അനുകൂലമായതുകൊണ്ട് അത് ശരിയും, ഇന്ന് അവർക്ക് എതിരായതുകൊണ്ട് ഇത് തെറ്റും എന്ന് പറയുന്ന വിലയിരുത്തുന്നതിൽ അർത്ഥശൂന്യമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം CPM തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എത്രത്തോളം വിജയപ്രതീക്ഷ സാറിനുണ്ട്? തൃപ്പൂണിത്തുറ വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് 100%. തൃപ്പൂണിത്തുറയിൽ LDF പോലും അവർ ജയിക്കും എന്ന് വിലയിരുത്തിയിട്ടില്ല. LDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും CPMൻ്റെ യഥാർത്ഥ വിലയിരുത്തൽ ഇവിടെ അവർ തോക്കും എന്നാണ്. എറണാകുളം ജില്ലയിൽ അവർ വിലയിരുത്തുന്നതിന് അവർക്ക് 2 സീറ്റ് മാത്രം കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ പിന്നെ ആ 2 സീറ്റിൽ തൃപ്പൂണിത്തുറയില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ നല്ല കംഫർട്ടബിൾ മെജോറിറ്റിക്ക് വിജയിക്കും. ആ വിലയിരുത്തുന്ന സീറ്റുകൾ അവർക്ക് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. അത് മറ്റ് പല ഘടകങ്ങളെയും ആശ്രയിച്ചിട്ടാണ് അവർ വിലയിരുത്തുന്നത്. തന്നെ ഒന്ന് കൊച്ചി അവർക്ക് ലഭിക്കും, അതുപോലെ കളമശ്ശേരി അവർക്ക് കിട്ടും എന്നാണ്. കളമശ്ശേരിയെക്കുറിച്ച് അവരുടെ വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കിയത് BJP വോട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ഗഫൂറാണ്, NDA സ്ഥാനാർത്ഥി BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള BJP വോട്ടർമാർ ഈ 2 ഗഫൂർ തോൽക്കാൻ വേണ്ടി വോട്ട് രാജീവിന് കൊടുത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജീവിന് BJP വോട്ട് പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടിയാൽ ജയിക്കുമെന്നാണ് അവർ വിലയിരുത്തൽ. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർ വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത് തൃപ്പൂണിത്തുറയിലെ കാര്യമാണ്. തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ കംഫർട്ടബിൾ മെജോറിറ്റിക്ക് വിജയിക്കും. ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് തൃപ്പൂണിത്തുറയെക്കുറി? തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അനുകൂലമായ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് LDF ഗവൺമെൻറ് മാറണമെന്നുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ നിലപാടിനോട് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും പറയുന്നത് താല്പര്യമില്ല എനിക്ക്. പക്ഷേ ചോദിച്ചുകൊണ്ട് പറയാണ്, ഇവിടെ LDF സ്ഥാനാർത്ഥിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. വൈപ്പിൻകരയിൽ നന്നായി പെർഫോം ചെയ്ത ഒരു MLA ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് മാറ്റില്ലല്ലോ. ഇവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ പോരെ. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് CPMൻ്റെ ഏരിയ കമ്മിറ്റി ഇദ്ദേഹം ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടേക്ക് മാറ്റി. അത് അവരുടെ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിലുണ്ടായ ചില ചേരിപ്പോരുകളുടെ ഭാഗമായിട്ടും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രഗത്ഭനായ MLA ആയി പ്രവർത്തിച്ച ആളായിട്ട് അവിടെയുള്ള ആളുകൾ കരുതാത്തതുകൊണ്ട് ഇവിടെയുള്ള ആളുകളും അത് തന്നെയാണ് വിലയിരുത്തുന്നത്. പിന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ലാത്ത മറ്റു പല ഘടകങ്ങളും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ടോട്ടലായിട്ട് വരുമ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ അനുകൂല സാഹചര്യമല്ല. UDF സ്ഥാനാർത്ഥി വന്നപ്പോൾ UDF നല്ല ഒരു സ്വീകാര്യത പ്രവർത്തകരിലുണ്ടായി. അത് സ്ഥാനാർത്ഥി അതിസമർത്ഥനായതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട്, UDF പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 10 കൊല്ലമായി UDF പ്രവർത്തകർക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണ പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചത്. ആ ഒരു നല്ല സ്വീകാര്യത ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ പൊട്ടലും ചീറലും ഒന്നും ഇത്തവണ കോൺഗ്രസ്സിലുണ്ടായില്ല. അത് തന്നെ ആണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ CPM തള്ളിക്കളയുകയാണല്ലോ ചെയ്തത്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തുടർഭരണം ഉണ്ടാകും എന്നുള്ള എക്സിറ്റ് പോൾ ആണ് ഫലമാണ് വന്നത്. അന്നത് CPM ശരിയാണെന്നാണ് അംഗീകരിച്ചത്. അന്നത്തെ എക്സിറ്റ് പോൾ CPMന് അനുകൂലമായതുകൊണ്ട് അത് ശരിയും, ഇന്ന് അവർക്ക് എതിരായതുകൊണ്ട് ഇത് തെറ്റും എന്ന് പറയുന്ന വിലയിരുത്തുന്നതിൽ അർത്ഥശൂന്യമാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ എന്താ പൊതുവായിട്ടുള്ള ചർച്ച? ഭരണ തുടർച്ചയുണ്ടാകുന്നതാണോ? മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും അതുപോലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നുള്ളത് ചോദ്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. CPMന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസമായിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വലിയ ആത്മവിശ്വാസമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വലിയ ആത്മവിശ്വാസമായിരുന്നു. പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോഴും അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ആത്മവിശ്വാസം എല്ലാം തെറ്റാണെന്നുള്ളതാണ് ഫലം വന്നപ്പോൾ കണ്ടത്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ? ഭരണവിരുദ്ധ അല്ലാതെ പ്രതിപക്ഷ വിരുദ്ധ വികാരമാണോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. കവി K. സച്ചിദാനന്ദൻ പ്രകടിപ്പിച്ച വികാരമാണ് ഇടതുപക്ഷ അനുഭാവികൾക്കുള്ളത്, പ്രവർത്തകർക്കുള്ളത്. ഒരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ CPM തന്നെ തകർന്നു പോകും എന്നുള്ള നിലപാട് CPM അനുഭാവികൾക്കുണ്ട്. CPM കണക്ക് കൂട്ടാതെ പോകുന്നത് അവരുടെ അനുഭാവികളുടെ വോട്ട് ചോർച്ചയാണ്. അതവർക്ക് കണക്ക് കൂട്ടാൻ പറ്റിയില്ല. അവർ പഴയ സ്കെയിൽ വെച്ചിട്ടാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. ആ അളവ് തെറ്റും, ഒരു സംശയമില്ല. ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം വിഭജിക്കുന്നതിലൊന്നും തർക്കം ഉണ്ടാകില്ലല്ലോ അല്ലേ? തർക്കത്തിൻ്റെ കാര്യമില്ലല്ലോ. കാരണം ഒരു ഫോർമുല പൊതുവെ അക്സെപ്റ്റബിളായിട്ടുള്ളത് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതൊന്നും ഒരു തർക്കമില്ലാതെ പരിഹരിക്കാൻ സാധിക്കും. ഒരു തർക്കത്തിനുള്ള സാധ്യതയില്ല. എല്ലാ ഘടകകക്ഷികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയമെല്ലാം നടന്നത്. ആ ഒരു പൊതുവായിട്ടുള്ള സ്വീകാര്യത ഈ മന്ത്രിസഭാ രൂപീകരണത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.